ഹായ് ഗായ്സ്, സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. അസ്ലി സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ അറസ്റ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത ഒരാളാണ് ഗൗതം. കാരണം ഗൗതമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്ന ഒരാളായിരുന്നല്ലേ ഈ CI. അതുകൊണ്ട് തന്നെ ആ ബെഞ്ചമിനോട് ഇങ്ങനെ ഗൗതം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അയാൾ നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടം തന്നെയാണ്, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും ഒക്കെ അയാളായിരുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഈ ഫീലിങ്സൊക്കെ ഇവൻ ബെഞ്ചമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അയാൾ പോകുന്നെങ്കിൽ പോട്ടെ, അയാളുണ്ടെന്ന് വിചാരിച്ച് ഇനി അടുത്ത പ്ലാനിങ്ങിലൊന്നും കാര്യമൊന്നുമില്ല, ഒരു പോലീസുകാരൻ്റെ ആവശ്യമൊന്നും ഇനി ഇല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കണിമംഗലം തകർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ആ കണിമംഗലം തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ബെഞ്ചമിൻ അവിടെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബെഞ്ചമിൻ സൂചിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ബെഞ്ചമിൻ ഒരുപാട് തിരിമറികളൊക്കെ ആ കണിമംഗലം ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടെന്നും അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ വരും എന്നൊക്കെ ഈ ഗൗതമിനോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നതല്ല, ഈ ഗൗതമിൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഈ കണിമംഗലം ഗ്രൂപ്പ്. എന്നിട്ട് ഇവൻ അതൊക്കെ തകർത്ത് എറിയണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥനായിട്ടാണ് ഈ ഗൗതം ഇവിടെ. ബെഞ്ചമിൻ അവനിങ്ങനെ വിശ്വസിപ്പിക്കുന്നുണ്ട് ആ CIക്ക് പകരം ഈ ബെഞ്ചമിനും അവൻ്റെ അനിയത്തി സേറയും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിലുള്ള ഒരു ചതിയൻ എന്ന് പറയുന്നത് ഈ ബെഞ്ചമിൻ ഒരു ചതിയനാണ്. ആ CIനെക്കാട്ടിലും കൂടുതൽ വലിയൊരു ചതിയൻ ഈ ബെഞ്ചമിനാണെന്ന് ഈ ഗൗതം എന്തായാലും തിരിച്ചറിയുന്നില്ല. ഗൗതമല്ല, ചന്ദ്രശേഖരൻ അതെന്തായാലും തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല, ഇവന് ഫുൾ ഫ്രോഡാണ് എന്നുള്ള കാര്യമൊന്നും. പക്ഷെ ബെഞ്ചമിന് അവൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെ പ്ലാനാണ്. ആ സ്വത്ത് മുഴുവൻ ഇവരെ സഹായിച്ച് ഇവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തന്നെ അങ്ങ് സഹായിച്ച് സ്വത്തൊക്കെ തട്ടിയെടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് കൊണ്ടുപോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എന്ന് തോന്നുന്നുണ്ട് ഈ ബെഞ്ചമിന്. കാരണം ഇവൻ്റെ ചില സംസാരത്തിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയ്ക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷനാണ്. എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സാധനങ്ങളാണത്. അതും രാധികയുടെ സ്വന്തം ചേച്ചീനെ ചേച്ചിക്ക് എതിരെ കേസ് കൊടുത്തിട്ട് അവരുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയാണ് ഇവർക്ക്. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, വല്ല ചില്ലറ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ കമ്മലൊക്കെ വിറ്റിട്ട് അങ്ങ് കേസിന് വാദിക്കായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ, നല്ലൊരു സംഖ്യ വേണം, ഒരു 5 ലക്ഷം വേണം. 5 ലക്ഷം ഇല്ലാതാണെങ്കിൽ ഈ വക്കീൽ കേസ് വാദിക്കില്ല. കാരണം ആ വക്കീൽ പൈസ അങ്ങ് കൊടുത്താലേ കേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അയാൾ ചെയ്യത്തുള്ളൂ എന്ന് ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനി ക്യാഷ്. അപ്പോൾ പ്രിയങ്കയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധി ഉദിക്കണം. ബുദ്ധി ഉദിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അവൾ സുകുമാരി മുത്തശ്ശിനോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പം സുകുമാരി മുത്തശ്ശിനോട് അറിയുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് 5 ലക്ഷം വാങ്ങിച്ചെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സുകുമാരി മുത്തശ്ശി അറിയുന്നത് അവന് ഒരു സാധാരണ ഒരാളല്ലേ, ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് അത്ര 5 ലക്ഷമൊക്കെ സ്റ്റോക്കായിട്ട് ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശിക്കും ഡൗട്ടൊക്കെ ഉണ്ട്. എന്നാലും അവർ ദേവൻ്റെ കയ്യിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ദേവനോട് തന്നെ ഇവളെങ്ങനെ വാങ്ങിക്കാമെന്നൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ദേവൻ്റെ അടുത്ത് ചെന്നിട്ട് അവൾ പറയുന്നത്, അച്ഛാ ഇവിടെ ദേവനാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുകയാണ്, ഇവളിങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ എന്നെ ശല്യമാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയി തരാം. ഞാൻ കുറച്ച് പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിദേശത്ത് പോവാണ്, അതിനെനിക്ക് വിസ എടുക്കണം, വിസക്ക് കുറച്ച് പൈസ ഒക്കെ വേണം, 5 ലക്ഷം എനിക്ക് വേണം എന്നൊക്കെ അങ്ങനെ ഇവളിങ്ങനെ തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദേവൻ അത് അത്രയ്ക്ക് അങ്ങ് ഗൗനിക്കുന്നില്ല. കാരണം ദേവൻ ഇവളെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. ഇവിടുന്ന് അങ്ങ് ഒഴിഞ്ഞു പോകില്ല എന്നുള്ള കറക്റ്റ് ധാരണ ദേവനുണ്ട്. കാരണം കണിമംഗലത്തിൻ്റെ സ്വത്ത് മോഹിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവൾക്ക് വിദേശത്ത് പോയി അവിടുന്ന് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിനേക്കാളും 100 ഇരട്ടി അവൾക്ക് ഇവിടെ കണിമംഗലത്ത് കയറി അവിടുന്ന് അവരൊക്കെ പറ്റിച്ച് കിട്ടും എന്നുള്ള നല്ല ധാരണ ദേവനിപ്പോൾ ഉണ്ട്. പിന്നെ അവളെ ക്യാരക്ടർ വെച്ചിട്ട് ദേവൻ ഇവൾ പറയുന്ന ഒന്നും വിശ്വസിക്കൊന്നുമില്ല, മുഖപുരക്ക് എടുക്കുന്നുമില്ല. ദേവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് പ്രിയങ്കയ്ക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നൊന്നുമില്ല. പക്ഷെ അവളിങ്ങനെ പറയുന്നുണ്ട്, എന്താ അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ നേരെ യശോദയും കൂടി ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. യശോദി ഇവൾ എന്തായി സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ യശോദി ഇവൾ പറയുന്നതിനെ അത്രയ്ക്ക് വിശ്വസിക്കുന്നില്ല. അപ്പോൾ യശോദ പറയുന്നുണ്ട്, നീ ബാക്കിയുള്ളവരൊക്കെ പറ്റിച്ച് ഇനി ഇതും വല്ല എന്തെങ്കിലും പറ്റിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ചെയ്യാനോ വേണ്ടിയിട്ടുള്ള പൈസ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ യശോദ ഡൗട്ട് പറയുന്നുണ്ടെങ്കിലും ഈ പ്രിയങ്ക അതൊന്നും വിട്ടു കൊടുക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ
പറയുന്നത് സത്യമാണ്. ഞാൻ ഇവിടുന്ന് നിങ്ങൾക്കൊക്കെ ഒരു ശല്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വിസയ്ക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ പൈസ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് അങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിലും ദേവൻ അത് മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുകയാണ്. ദേവൻ പറയുന്നുണ്ട്, നിനക്ക് ഈ പൈസ എന്ന് പറയുന്നത് നീ ഒരിക്കലും വിദേശത്ത് പോകാനല്ല. നീ അങ്ങനെ പെട്ടെന്ന് അങ്ങ് വിദേശത്ത് പോകത്തൊന്നുമില്ല. പിന്നെ നീ ഈ പൈസ കൊണ്ട് രാധിക മോൾക്ക് എതിരെ എന്തെങ്കിലും ചെയ്യുക, അവളെ ജീവിതം നശിപ്പിക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമായിട്ട് കൊണ്ട് നടക്കുന്ന നീ എന്തായാലും അങ്ങോട്ട് പോകില്ല. ഇതിൻ്റെ എന്തെങ്കിലും പിറകിൽ വല്ല പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള പൈസ ആയിരിക്കും ഇതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് 5ൻ്റെ പൈസ ഞാൻ തരത്തുമില്ല. പിന്നെ 5 ലക്ഷം എന്നൊക്കെ പറയാനുള്ള എമൗണ്ടൊന്നും അവൻ്റെ കയ്യിലില്ല എന്നൊക്കെ ദേവൻ പറയാണ്. കാരണം ഇത്രയും എമൗണ്ടൊക്കെ ഉള്ള ഒരാളല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, എന്ന് നിത്യചെലവും കഴിഞ്ഞ് പോകുന്ന ഒരാളാണ് എന്നൊക്കെയാണ് ദേവൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ പ്രിയങ്കക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പ്രിയങ്ക അത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെങ്കിലും ദേവന് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. അത് ഞാൻ തരാൻ എനിക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് ദേവന്. കാരണം ദേവന് ഒരു കാര്യം പറയുന്നത് എൻ്റെ കയ്യിലില്ല എന്നാണ്. അത്രയും എമൗണ്ട് എൻ്റെ കയ്യിലില്ല, ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇവളത് ഉപയോഗിക്കുന്നത് സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണെന്ന് ഉള്ള നല്ല ധാരണ ദേവനുള്ളതുകൊണ്ട് തന്നെ ദേവന് ഇവൾ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡും ചെയ്യുന്നില്ല. പക്ഷേ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലും. പിന്നെ അവൾ ഇമോഷണൽ ട്രാക്ക് പിടിക്കാണ്. ഇമോഷണലി ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ കൈക്കലാക്കാന്നുള്ള ഒരു കാര്യമാണ് അവൾ പിന്നെ അടുത്തതായി ചെയ്യുന്നത്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, സ്വന്തം മകളാണെന്ന് വിചാരിച്ച് ഒരു പരിഗണന എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഇവരെ ഇമോഷണലി ഒന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ദേവന് യശോദി അതിലും വീഴുന്നില്ല. അവർ പറയുന്നുണ്ട്, സ്വന്തം ചേച്ചിയുടെ കല്യാണം കല്യാണം കഴിച്ച ഭർത്താവിനെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ നീ സ്വന്തം ചേച്ചിയെ നീ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നെന്നുള്ള നല്ല ധാരണ ഉണ്ട്. അതുകൊണ്ട് ഒരു ചില്ലി പൈസ ഞാൻ തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ അങ്ങ് പോവുകയാണ്. പക്ഷേ ആ സമയത്ത് ദേവൻ പറയുന്നുണ്ട്, സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിലും കൂട്ടു നിൽക്കുന്ന സുകുമാരി മുത്തശ്ശിനോടൊക്കെ ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രിയങ്ക അവൾക്കാണെങ്കിൽ അതിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സുകുമാരി മുത്തശ്ശിയുടെ അടുത്ത് ആകെ ഒരു കമ്മലുണ്ട്, ആ കമ്മൽ വെച്ചിട്ട് ഒന്നും കിട്ടത്തില്ല എന്നുള്ള നല്ല ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ആ പ്ലാനും ഫ്ലോപ്പായി. പിന്നെ അവരുടെ റൂമിൽ പോയിട്ട് അടുത്ത പ്ലാൻ ചിന്തിക്കുകയാണ്. ഒന്ന് പോയാൽ അടുത്തത് എന്നുള്ള മട്ടിലാണ് ഇവർ രണ്ടുപേരും. ഇവർ പിന്നെ അടുത്ത പ്ലാനിൽ ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും കണിമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഏകദേശ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരത് കുറച്ച് ശാന്തമായിട്ട് പിന്നെ നമ്മുടെ വരുണും രാധേനെ കാണിക്കുന്നത്. വരുണും രാധയും കുറച്ച് റൊമാൻറ്റിക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനി ഇവർക്കുള്ള സ്ട്രെസ്സുകളൊന്നുമില്ല. പ്രിയങ്കയും മുത്തശ്ശിയായിരുന്നു അവളെ സ്ട്രെസ്സ്, അതൊന്നും ഇപ്പോൾ ഇല്ലാതെ അവർ സ്വസ്ഥമായിട്ട് അവരുടെ റൂമിലിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വരുൺ അവളോട് ഇങ്ങനെ തമാശയിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്, നിനക്ക് പ്രിയങ്കനെ പേടിയാണ്, മുത്തശ്ശിന് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കുന്നതെന്നല്ല, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ എനിക്ക് അവരെ പ്രവൃത്തികളോടായിരുന്നു പേടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ ഒരു പേടിയുമില്ല എന്നുള്ള രീതിയിലാണ് എന്തായാലും ഇവൾ സംസാരിക്കുന്നത്. അപ്പോൾ വരുണ് അങ്ങനെയാണോ എന്നൊന്ന് ട്രൈ ചെയ്യാതൊക്കെ ഉള്ള രീതിയിൽ ഇവളിങ്ങനെ ഒരു കുസൃതി ഒപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ ഒരു അലമാരയ്ക്ക് മേലെ ഒന്ന് സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവന് പുറത്തുനിന്ന് പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അങ്ങ് ഞെട്ടിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവളങ്ങ് താഴെ വീണ് കാലൊടിയുന്നൊക്കെ ഉണ്ട്. കാലൊടിയല്ല, കാലിൻ്റെ മുട്ടിന് ചെറിയ സ്ക്രാച്ച് വരുന്നത്. പിന്നെ അവർ കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവർ കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ. കാരണം ഇവിടെ ഫുൾ ഇഷ്യൂസ് ആയതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊന്ന് ജീവിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഈ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒന്ന് റൂമിൽ കയറി ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത 2 പേരായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിരിക്കുകയാണ്, ഒരു സമാധാനത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു റൊമാൻസ് ആയിട്ടൊക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് ഇവരുടെ റൊമാൻസൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചിരിയൊക്കെ വന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ സാധാരണ ക്ലീശേ റൊമാൻസില്ലേ, ബാത്റൂമിൽ നിന്ന് ടവലെടുത്ത് ചോദിക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ അതേ സംഭവം തന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അവന് ബാത്റൂമിൽ അവളെ വിളിക്കുന്നതും പിന്നെ അവിടെ നിന്ന് കുറച്ച് റൊമാൻറ്റിക്കായിട്ട് നമ്മുടെ സാധാ സീരിയലിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഒരു ഭാഗം തന്നെയാണിത്. പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒന്നും അല്ല എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്ത്. ഞാനിതുവരെ കണ്ട സീരിയലിലൊക്കെ ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ സീരിയലിൽ മാത്രമല്ല ചില സിനിമകളിലും ഒക്കെ ഇങ്ങനെ ഇതേ സീൻസ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലൊരു കുറച്ച് വെറൈറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
പിന്നെ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കണമല്ലോ. പൈസ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇവർ. അപ്പോൾ ഇവർ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്. എന്തായാലും പ്രിയങ്ക ആ കേസൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നിൽക്കാനൊന്നും പോകുന്നില്ല. അവൾ വിട്ടു കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള മട്ടിലാണ്. അത് ആരെ കൊന്നിട്ടും വേണമെങ്കിലും വേണ്ടില്ല. ആ പൈസ ഉണ്ടാക്കിയിട്ട് ഈ പ്രിയങ്ക രാധികേനെ അവിടെ നിന്ന് തുരത്തി ഓടിച്ച് ആ കണിമംഗലത്ത് അവിടുത്തെ രാജകുമാരിയായിട്ട് അങ്ങനെ വാഴണം. അത്ര ഈസി ആയിട്ട് കണിമംഗലത്തെ സ്വത്ത് തട്ടിയെടുക്കുന്നതിലും ഈസി ആയിട്ട് അവൾക്ക് പണം സമ്പാദിക്കാൻ വേറെ വഴിയില്ല എന്നുള്ള ഒരു നല്ല ധാരണ അവൾക്കുണ്ട്. പിന്നെ അവൾക്കൊരു ചെറിയൊരു നഷ്ടബോധമൊക്കെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് വരുണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് കോടികൾ കൊടുത്തിരുന്നല്ലോ. അതും അവൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് തൊലച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് അവൾ അങ്ങനെ വീണ്ടും ടെൻഷനാകുന്നൊക്കെ ഉണ്ട്. വേണ്ടായിരുന്നു, അത്രയും കോടികൾ കയ്യിൽ വന്ന ഒരാളായിരുന്നു. ആ ഒരു പൈസ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനൊരു പ്രശ്നമില്ല, ഇനി ഒരു പേടിക്കാല്ലായിരുന്നു എന്നുള്ള അവളിങ്ങനെ കഴിഞ്ഞു പോയ കാര്യത്തിനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനാകുന്നു. എന്താ പിന്നെ ഈ ചത്ത പാമ്പിൻ്റെ ജാതകം നോക്കുക എന്നൊക്കെ പറയുന്നത്, ചത്ത കോഴിയുടെ ജാതകം നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇവൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ ആവുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുകുമാരി മുത്തശ്ശിയല്ലേ കൂടെ ഉള്ളത്. അവൾ ഇങ്ങനെ ഇവളെ ടെൻഷനൊക്കെ ഇങ്ങനെ മറികടക്കാനുള്ളതൊക്കെ പറയട്ടെ. അതൊക്കെ കഴിഞ്ഞു പോയതല്ല, അതൊന്നും ചിന്തിച്ചിട്ട് ഇനി കാര്യമില്ല. അതൊക്കെ നഷ്ടപ്പെട്ടൊക്കെ പൊട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും ചിന്തയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ്. ആ സമയത്ത് പ്രിയങ്കയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല കണിമംഗലത്ത് എൻ്റെ കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കണിമംഗലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോയി പെടാ എന്നുള്ള ഒരു ചിന്തയാണ് ഇവൾക്ക് വരുന്നത്. ഇവൾ നേരെ മുത്തശ്ശനോട് പോയി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും കണിമംഗലത്ത് നിന്ന് തന്നെ ഈ പൈസ ഒപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അവളെ ഒന്ന് ട്രോളുന്നൊക്കെ ഉണ്ട്. നേരെ വരുണിനോട് പോയി അങ്ങ് ചോദിക്കാം പഴയ പോലെ, എന്നാൽ പിന്നെ അവന് വേഗം എടുത്തു തരും എന്നുള്ള മട്ടിലൊക്കെ സുകുമാരി മുത്തശ്ശി ഇവൾ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര മുഖവുരൊക്കെ എടുക്കുന്നില്ല. കാരണം അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കണിമംഗലത്ത് നിന്ന് പൈസ കിട്ടണത് എന്നുള്ള രീതിയിലാണ് സുകുമാരി മുത്തശ്ശി സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അതൊന്നും അല്ല മുത്തശ്ശി, പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് അവളെ സാധനങ്ങളൊക്കെ എടുത്ത് പോന്നിരുന്നു. പക്ഷേ ഒരു ആഭരണപ്പെട്ടി അവൾ അവിടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ആ ആഭരണപ്പെട്ടി അവിടെ തന്നെ ഉണ്ടാകും. അപ്പം അവിടെ പോയി ചെന്നാൽ അത് എനിക്ക് തിരിച്ചു തരത്തില്ലേ. അപ്പോൾ ആ ആഭരണത്തിൽ നിന്ന് ഒരു ആഭരണം എടുത്തിട്ട് അങ്ങ് കേസിന് വാദിക്കാം എന്നുള്ള രീതിയിലാണ് ഇവൾ ചിന്തിക്കുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയുണ്ട്, അതിനെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റണ്ടേ, അവിടെ നിന്ന് കിട്ടണ്ടേ, കിട്ടിയാലല്ല അതിന് കേസിന് വാദിക്കാനൊക്കെ പൈസ കിട്ടുള്ളൂ. പിന്നെ അവരാ പണപ്പെട്ടിയൊക്കെ തരാനും ചാൻസ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, അവളെ സ്വർണ്ണമല്ലേ, അപ്പോൾ ഇവൾ തന്നിട്ടില്ലെങ്കിൽ ഈ വല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അവരെ കൊണ്ടൊക്കെ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇവർ ചിന്താഗതി പോവുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല അവരെ കണിമംഗലത്ത് നിന്ന് അവർക്ക് ആ ഒരു ഗോൾഡ് കിട്ടുമെന്ന്. കാരണം കണിമംഗലത്തിൻ്റെ ഗേറ്റ് വരെ അവർക്ക് വേണ്ടി തുറക്കുന്നതിന് തോന്നുന്നേ ഇല്ല. പിന്നെ അവർ ആ ഭാഗത്ത് പോകാനുള്ള ധൈര്യം അവർ കാണിക്കുമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവരായതുകൊണ്ട് ഇവർ പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങ് മുൻപോട്ട് ഇറങ്ങുന്നത് കൊണ്ടും ഇവരിനി പോയില്ല എന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ഇനി ആ പൈസ കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവരിനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ കേസിനും പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക്. പക്ഷേ ആ സുകുമാരി മുത്തശ്ശിക്ക് ചെറിയൊരു ഭയമുണ്ട്. കാരണം ഇവർക്ക് ഈസി ആയിട്ട് കേസിന് പോകരുന്ന ആ CI ഉണ്ടെങ്കിൽ അയാളപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഇനി എന്തെങ്കിലും കുറ്റബുദ്ധി കൊണ്ട് ആ സ്റ്റേഷനിലേക്ക് പോയാൽ അവിടെയുള്ള ബാക്കിയുള്ള പോലീസുകാർ അവരെ അങ്ങ് ആട്ടി വിടുന്നുള്ള നല്ല ധാരണ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കാര്യത്തിൽ ചെറിയൊരു പ്രതീക്ഷ കുറവുണ്ടെങ്കിലും അവർ അതിലൊരു ചെറിയ പ്രതീക്ഷ കൊടുക്കുന്നുമുണ്ട്. പിന്നെ ശ്യാമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശ്യാമ ഭയങ്കര പ്രതീക്ഷയിലാണ്. ശ്യാമ ഭയങ്കര എന്തൊക്കെയോ ധൃതിപരമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഫയലൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതൊന്നും സാധാരണ നടക്കാത്ത സംഭവമാണ്. സാധാരണ ശ്യാമ ഇങ്ങനെ ടെൻഷനായിട്ട് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. സ്വത്തുവക കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ രാധിക എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഭാഗത്ത് ടെൻഷനായിട്ടിരിക്കുന്ന ശ്യാമനെ നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നത്തെ ശ്യാമ എന്ന് പറയുന്നത് ഒരുപാട് ഫയൽസൊക്കെ എടുത്ത് കാര്യമായിട്ട് തന്നെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്യാമയാണ്. ആ സമയത്ത് ഈ അമൃതയെടുത്ത് പറയുന്നുണ്ട്, അല്ല ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണല്ലേ ഈ രേഖകളൊക്കെ എടുത്ത് നോക്കുന്നത്, അതെന്താ ഇന്നത്തെ ഒരു പ്രത്യേകത എന്നൊക്കെ ഈ ശ്യാമിനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അവരെ എല്ലാ സ്വത്തുക്കളും അവൾ നേരെ എഴുതി വെക്കാൻ പോവുകയാണ്
അതും രാധികയ്ക്കും വേണ്ടിയിട്ട്. അഥവാ ഇനി ശ്യാമക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്വത്ത് വകകളൊന്നും രാധികയ്ക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അടുത്ത തലമുറ ഇല്ലയെന്ന് വെച്ച് ഇനി ഗവൺമെൻറ് കണ്ടുകെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വേറെ കുടുംബാംഗങ്ങൾക്കോ എങ്ങനെയൊക്കെ പോകും എന്നുള്ളൊരു ചെറിയ ഭയമൊക്കെ ശ്യാമക്കുണ്ട്. എന്താ സംഭവിക്കുക, ജീവിതമല്ലേ, അപ്പോൾ ആർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ധാരണ ഒന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു പേടിക്ക് ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അമൃതേടത്തി പറയുന്നുണ്ട് അങ്ങനെ സ്വത്ത് വകകൾ അവൾക്ക് വേണ്ടി എഴുതി വെക്കാൻ പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ ഈ സ്വീകരിക്കുന്ന ആളും പോയി ഒപ്പിടണം. അല്ലാതെ അത് പോസിബിൾ അല്ലല്ലോ. നേരെ ചെന്നിട്ട് ഒരാൾക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ വിൽപ്പത്രം എഴുതി വെക്കുക. ജീവിതത്തിൽ കാലത്തിന് ശേഷം എല്ലാ സ്വത്തുക്കളും ഇവൾക്കാണെന്നുള്ളൊരു വിൽപ്പത്രമൊക്കെ എഴുതി വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അമൃതേടത്തി ഈ ശ്യാമനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശ്യാമ അതിലിങ്ങനെ ഓക്കെ പറയാണ്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവളെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലാകും. സ്വന്തം മകളാണെന്നും അമ്മയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ അവൾ ഈ സ്വത്തും വേണ്ട ഒന്നും വേണ്ട, ഇനി ഫിദാമേടും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു പോക്ക് പോകും എന്നുള്ള നല്ല പേടി ശ്യാമക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്യാമ അതിൽ നിന്ന് കുറച്ചൊന്ന് പിറകോട്ട് നിൽക്കുകയാണ്. കാരണം അതിലിനി വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ സ്വത്ത് വകകളൊക്കെ ജീവിതകാലത്തിന് ശേഷം എഴുതി വെക്കുക എന്നുള്ള ഒരു ധാരണയിൽ എന്തായാലും ശ്യാമ എത്തുന്നൊക്കെ ഉണ്ട്. ശ്യാമ അമൃതേടത്തിനോട് പറയുന്നുണ്ട് അമൃതേടത്തി ജീവിക്കുന്ന വീടോ പറമ്പോ അങ്ങനത്തെ ഒന്നും അവൾക്ക് എഴുതി വെക്കുന്നില്ല. എല്ലാ സ്വത്തുക്കളും അവരെ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും ഒന്നും കൊടുക്കാതെ ഒക്കെ ഇപ്പോൾ മകൾക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന അത്രയും ചില ക്രൂരതകളൊന്നും കാണിക്കുന്നവരെ പോലെ ഇവൾ അങ്ങനെ ക്രൂരത കാണിക്കുന്നില്ല. അവളെ റിലേറ്റഡ് ആയിട്ടുള്ള സഹായിച്ച ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ അവളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ള സ്വത്തുക്കളാണ് ഈ രാധികയ്ക്ക് എഴുതി വെക്കാൻ പോകുന്നത്. അത് പറയുന്ന സമയത്ത് അമൃതേടത്തി പറയുന്നത് സ്വത്ത് വക കാര്യങ്ങൾക്ക് ഒന്നും വേണ്ടിയിട്ടല്ല ശ്യാമൻ്റെ കൂടെ നിൽക്കുന്ന, ശ്യാമിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു പരസ്പര സ്നേഹമാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ സ്വത്തുക്കളോ മോഹങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ശ്യാമയുടെ ഇങ്ങനെ തണലായിട്ട് നിൽക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അമൃതേടത്തി പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ശ്യാമക്ക് കുറച്ച് സന്തോഷമാണ്. അത് സ്വത്ത് മോഹിച്ചു കണ്ടല്ലല്ലോ, അല്ലെങ്കിൽ പ്രശസ്തി മോഹിച്ചു കണ്ടല്ല ഈ അമൃതേടത്തി എൻ്റെ കൂടെ ഇതുവരെ നിന്നത് എന്നുള്ള ആ ഒരു സന്തോഷം ശ്യാമയുടെ മുഖത്ത് എന്തായാലും നന്നായിട്ടുണ്ട്. ശ്യാമ ചെയ്തതൊരു നല്ല കാര്യമാണ്. കാരണം അവരെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ച ഒരുപാട് പേരുണ്ടാകുമ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അല്ലാതെ ഇതുവരെ ഇല്ലാതെ പെട്ടെന്ന് കണ്ടെത്തിയ ഒരു മകൾക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ എല്ലാ സർവ്വ സ്വത്തുക്കളും എഴുതി വെക്കുന്നതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർക്ക് ഉപകാരമായി, മറ്റുള്ളവർക്കും ഉപകാരമായി. പിന്നെ ശ്യാമക്ക് അതൊരു നല്ല കാര്യമായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്യാമ അവിടെ ചെയ്യുന്നുണ്ട്. ടോട്ടലി പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുള്ളാണ് എന്നൊക്കെ നമുക്ക് പറയാം. കാരണം കരിമംഗലത്ത് ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ കമ്പനി തകർക്കാൻ വേണ്ടിയിട്ടില്ല, ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിൽക്കുക. അവരെന്തോ ഒരു തരികിട അവർക്ക് ആകെ ഫ്ലോപ്പായി അവരെ കമ്പനി ആകെ തകർന്ന് അടിയാനുള്ള എന്തോ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ബെഞ്ചമിൻ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കാം. കാരണം അടുത്ത പ്രശ്നം ഇനി ഇതായിരിക്കും എന്നുള്ള ചിന്ത. പിന്നെ വേറൊന്ന്, ഈ പ്രിയങ്ക അവളെങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഈ കേസിന് പോകും എന്നുള്ള ചിന്ത. അഥവാ ഇനി കേസിന് പോയ രാധികയ്ക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചെറിയൊരു ഭയം. പക്ഷേ ഇതൊന്നും കണിമംഗലത്തുകാരെ അറിയാത്തത് കൊണ്ട് അവർക്ക് അതേക്കുറിച്ചൊന്നും ടെൻഷനില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഈ രാധികനെ വരുണ് കല്യാണം കഴിച്ച് കഴിഞ്ഞതല്ലേ, പിന്നെ അവളെ അങ്ങ് തള്ളി മാറ്റി ഉപേക്ഷിച്ച് കളയാനൊന്നും പറ്റില്ലല്ലോ. ഇനി പ്രിയങ്ക കേസ് കൊടുത്താലും പ്രിയങ്ക ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്ന സമയത്തും രാധികയും ഭാര്യ തന്നെ അല്ലേ. അപ്പോൾ ആ വീട്ടിൽ അവൾക്ക് നിൽക്കാനുള്ള അവകാശവും ഇല്ലേ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സംഭവം എനിക്ക് കറക്റ്റ് ഒന്നും ഓടിയിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി എന്താണ്, ഇനി ഇവരെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ഈ രാധികയുടെയും വരുണിൻ്റെ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്യാതെ നേരെ അങ്ങ് നടത്തിയതാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇവർക്കും ഇനി മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലേ എന്നൊക്കെ നമുക്കിനി ഈ കേസ് വാദിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് മനസ്സിലാക്കാം. കാരണം കേസ് വാദിക്കുന്ന സമയത്ത് ആ ഒപ്പിൻ്റെ കേസും ആ ഒപ്പ് ഇട്ട ആ ഒരു രീതിയും അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിലും കോടതിയിൽ ചെന്നാൽ ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും തീരുമാനമാകും. ഇനി രാധികയുടെ വിവാഹം കഴിച്ച ആ ഒരു
നിയമപരമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലും അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. പക്ഷേ ഇവർക്ക് പൈസ കിട്ടാനുള്ള വകുപ്പ് വളരെ കുറവാണ്. ഇവർക്ക് എവിടെ ചെന്നിട്ടാണ് പൈസ കിട്ടുക എന്നൊരു ധാരണയില്ല. പക്ഷേ ഇവൾ കണിമംഗലത്തുള്ള സ്വർണം മോഹിക്കുന്നൊക്കെ ഉണ്ട്. അതെന്തായാലും കിട്ടാനുള്ള വകുപ്പ് തീരെയില്ല. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബെഞ്ചമിൻ്റെ സിസ്റ്റർ ആരാണെന്ന് അതുവരെ അവരുടെ മുഖം കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു മുഖം കാണിക്കാത്ത ഒരു ശത്രുവാണ്. ഇനി കണിമംഗലത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ശത്രുവായിരുന്നു ഈ സേറ എന്ന് പറയുന്ന കഥാപാത്രം എന്നൊന്നും അറിയില്ല. കാരണം ഇതുവരെ അവരെ മുഖം കാണിക്കാത്തതുകൊണ്ടൊന്നും അത് ആരാണെന്നുള്ളൊരു വ്യക്തതയും വന്നിട്ടില്ല. അതിനി ബെഞ്ചമിൻ്റെ സ്വന്തം സിസ്റ്ററാണ് എന്ന് തോന്നുന്നില്ല. അവരില്ലാത്ത സമയത്ത് ആ ഹർഷനോട് പറയുന്നത് തന്നെ മേഡം എന്നാണ്. അപ്പോൾ സ്വന്തം സിസ്റ്ററിനപ്പോൾ മേഡം എന്നൊന്നും വിളിക്കില്ലല്ലോ. അപ്പോൾ അത് മറ്റൊരു വില്ലത്തിയാവാനുള്ള ചാൻസും വകുപ്പൊക്കെ കാണുന്നുണ്ട്. ഈ കണിമംഗലത്തിൻ്റെ സ്വത്തടിച്ച് മാറ്റാനുള്ള പുതിയൊരു അവതാരം തന്നെയാണ് ഇത്. അപ്പോൾ ഇവരെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ബൈസ്. ഓക്കെ ബൈ ആൾ. ഞാനിതുവരെ പറയാത്തൊരു കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ ബൈ.